എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തോഷിറോയും ഗിന്നും അവർ രണ്ടുപേരും അവരുടെ സമ്പത്തുമൊക്കെ എടുത്ത് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ അടുത്തേക്ക് വരും. തോഷിറോ ആണെങ്കിൽ ഗിന്നിന്റെ അസിസ്റ്റന്റിനോട് പറയും, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്റെ മാസ്റ്ററിന്റെ കൂടെ നിന്റെ ജീവനും ഞാൻ എടുക്കും. അത് കേട്ട് അവന്റെ അസിസ്റ്റന്റ് ദൂരേക്ക് മാറി നിൽക്കും. ഇവിടെ ഗിന്നും തോഷിറോയും അവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ തുറച്ചു നോക്കി എടുത്തു ചാടി കയ്യിൽ എയർവാക്കൊക്കെ ചെയ്ത് പരസ്പരം പൊരിഞ്ഞ പോരാട്ടം. തോഷിറോ ആണെങ്കിൽ ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോഴും ഗിന്നാണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി തോഷിറോയെ വെട്ടിത്തിരിപ്പിച്ച് മറ്റൊരു ഭാഗത്തൂടെ വന്ന് അവന് തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിന് തോഷിറോ ഞൊട്ടിയിടയിൽ അവന്റെ സോൾ പവർ മുഴുവനായിട്ടും അങ്ങനെ റിലീസ് ചെയ്യും. ആ ഒരു പവർ ഉപയോഗിച്ച് അവൻ ഗിന്നിനെ നേരിടും. തോഷിറോ ആണെങ്കിൽ അവന്റെ ഫസ്റ്റ് ഫോം അത് റിലീസ് ചെയ്യാണ്. ഉടനെ ഒരു മോൺസ്റ്റർ ഡ്രാഗൺ അതങ്ങനെ പുറത്തേക്ക് വരും. ഗിന്നാണെങ്കിൽ അതിനെ കണ്ട് ഒരു സെക്കൻഡ് ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും ഉഷാറായി അതിനെ നശിപ്പിക്കാനായിട്ട് അവന്റെ സ്ക്വാഡുമായി അതിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. ഗിന്നിന് നന്നായിട്ട് അറിയാം ടോഷിബോയുടെ ഈ ഒരു മോൺസ്റ്റർ അത് ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണ്. സോൾ സൊസൈറ്റിയിൽ വെച്ച് ടോഷിറോയുടെ ഈ ഫസ്റ്റ് ഫോമിന്റെ പവർ അത് വളരെ കൂടുതലാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗെന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഗെന്നാണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ അതിനെ ടോച്ച് ചെയ്യാണ്. അവരുടെ അറ്റാക്കിനിടയിൽ ഗെന്നിന്റെ അസിസ്റ്റന്റിന് നല്ല രീതിയിൽ പരുക്ക് പറ്റി അവൻ താഴെ വീഴും. ഗെന്നാണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനെ നോക്കും. ആ ഒരു ഗ്യാപ്പിൽ തോഷിറോ ആണെങ്കിൽ നൈസായിട്ട് ഗെന്നിനെ അറ്റാക്ക് ചെയ്യാണ്. തോഷിറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡും പവറും ഒക്കെ ഉപയോഗിച്ച് ഗെന്നിനെ ഫ്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ കലി കയറിയ ഗിന്ന് അവന്റെ ഫസ്റ്റ് ഫോം ഇപ്പൊ തോഷിറോയ്ക്ക് നേരെ പ്രയോഗിക്കും. അവന്റെ സ്ക്വാഡ് ആണെങ്കിൽ അങ്ങനെ വലുതായി വന്ന് തോഷിറോയെ പ്രിവെന്റ് ചെയ്യാണ്. തോഷിറോ ആണെങ്കിൽ ഗിന്നിന്റെ ഓരോ അറ്റാക്കും അങ്ങനെ ഡോച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കണ്ട് ഗിന്നു പറയും, നീ ഇപ്പോ എന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട് ആ അറ്റാക്കുകളെല്ലാം തന്നെ ഡോച്ച് ചെയ്യല്ലേ, തീർച്ചയായിട്ടും ഇതിനുള്ളത് നീ അനുഭവിക്കും. തോഷിറോയ്ക്കാണെങ്കിൽ ആദ്യം ഗിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. പിന്നീട് കാര്യം പിടികിട്ടിയ നമ്മുടെ തോഷിറോയുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ ഭീതിയിൽ കൂടി കൂടി വരും. തോഷിറോ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഗിന്നിന്റെ അറ്റാക്ക് അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് മോമോയുടെ അടുത്തേക്ക് പോവാണ്. തോഷിറോയ്ക്കാണെങ്കിൽ മോമോയുടെ അടുത്തേക്ക് അത്രയും പെട്ടെന്ന് എത്താനായിട്ട് കഴിയില്ല. ഓൾറെഡി ആ അറ്റാക്ക് അവളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. തോഷിറോ ആണെങ്കിൽ മോമോയുടെ പേര് വിളിച്ച് നിലവിളിക്കും. പക്ഷെ അപ്പോഴേക്കും തോഷിറോയുടെ അസിസ്റ്റന്റ് ആ ചുന്ദരി പെണ്ണ് അവൾ അവിടേക്ക് വന്ന് ഗിന്നിന്റെ ആ ഒരു അറ്റാക്ക് അങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഗിന്നാണെങ്കിൽ ആ ചുന്ദരി പെണ്ണിനെ കണ്ട് ഷോക്കാവും. കാരണം ഇവള് അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൾ അറ്റാക്ക് ചെയ്ത് മുറിവേൽപ്പിക്കാനോ നശിപ്പിക്കാനോ അവന് ഇഷ്ടമല്ല. കാരണം അവർ രണ്ടുപേരും ചെറുപ്പം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഒരു സെക്കൻഡ് അങ്ങനെ പകച്ചു നിൽക്കും. ആക്ച്വലി ചെറുപ്പത്തില് ഇവർ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അവർക്കിടയിലുണ്ടായിരുന്ന ബോണ്ടിങ് അതിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറ്റാക്ക് ചെയ്യാനോ പരിക്കേൽപ്പിക്കാനോ തോന്നില്ല. ഗിന്നാണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ സ്ക്വാഡ് അതങ്ങനെ പുറകിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം പ്രത്യേകിച്ചൊന്നും പറയാതെ എന്നും അവന്റെ അസിസ്റ്റന്റും അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത നമ്മുടെ തോഷിറോയും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് മോമോയെ തൂക്കിയെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരു ബെഡിൽ കിടത്തുകയാണ്. ടോയ്ക്കാണെങ്കിൽ മോമോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അതുമാത്രമല്ല അവളുടെ തെറ്റിദ്ധാരണ അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നൊരു ആഗ്രഹം അത് അവന്റെ മനസ്സിൽ തോന്നുകയാണ്. അതിനുശേഷം ആ ചുന്ദരി പെണ്ണിനോട് അവൻ താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ കാരണമാണ് ക്യാപ്റ്റൻ ഗിൻ അവൻ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നത്. നീ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മോമോയെ അവളെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. അത് കേട്ട് അവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മറുപടി പറയാതെ അങ്ങനെ നടന്നു പോവും. അവളുടെ മനസ്സിലെ ചിന്ത ഗിന്നിനെ കുറിച്ചാണ്. ഗിന്ന് അവൻ അവളെ കുറിച്ച് എന്തെങ്കിലും ബാഡായിട്ട് കരുതി കാണുമോ, അവനിപ്പോ എന്നോട് ദേഷ്യം ഉണ്ടാവോ എന്നൊക്കെ ആയിരിക്കും അവൾ ചിന്തിക്കുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ട്രെയിനിങ് എടുത്തെടുത്ത് ഹീറോ ആണെങ്കിൽ ഓൾമോസ്റ്റ് അവൻ്റെ പവർ അതങ്ങനെ വളരെ സ്പീഡിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ലേഡി ക്യാറ്റ് അവളാണെങ്കിൽ ഹീറോയുടെ ഇമ്പ്രൂവ്മെന്റ് അത് കണ്ട് ഞെട്ടുകയാണ്. ഇത്രയും ഇമ്പ്രൂവ്മെന്റ് അത് അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഹീറോ അവൻ വളരെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അവളെടുത്ത ആ ട്രെയിനിങ്ങിനെ കുറിച്ച് ആ ലേഡി ക്യാറ്റ് ആലോചിക്കുകയാണ്. അവൾക്ക് ട്രെയിനിങ് കൊടുത്തത് മറ്റാരുമല്ല എക്സ് സോൾ റീപ്പറും നമ്മുടെ ലേഡി ക്യാറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള സാക്ഷാൽ ഉറഹറയാണ് ഡെമ്മിയൊക്കെ ഉപയോഗിച്ച് ആദ്യമായിട്ട് അവൾക്ക് ട്രെയിനിങ് കൊടുത്തത്. അവൾ ആക്ച്വലി ആ ഒരു ട്രെയിനിങ് 3 ദിവസം കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഇച്ചിഗോ ആണെങ്കിൽ അവൾ കഴിഞ്ഞു വേഗത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ട്രെയിനിങ് നല്ല രീതിയിൽ ചെയ്യാണ്. അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വലിയൊരു ഹില്ലിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ബാൻഗായി ടെക്നിക്ക് എന്നെ കഴിഞ്ഞു വേഗത്തിലും
പെട്ടെന്നും ഇച്ചിഗോയെ കൊണ്ട് സ്വായത്തമാക്കാനായിട്ട് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അവനെ കൊണ്ട് റുക്കിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് 100% ഉറപ്പാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത തോഷിറോയുടെ അടുത്തേക്കും ആ ചുന്ദരി പെണ്ണിൻ്റെ അടുത്തേക്കും ഒരു ബട്ടർഫ്ലൈ വരികയാണ്. ആക്ച്വലി സൊസൈറ്റിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ബട്ടർഫ്ലൈ ആണിത്. ആ ബട്ടർഫ്ലൈ ആണെങ്കിൽ റുക്കിയുടെ എക്സിക്യൂഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം ചില ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യാനാണ് അവിടേക്ക് വന്നത്. റുക്കിയുടെ എക്സിക്യൂഷൻ അത് 3 ദിവസത്തിന് ശേഷമാണെന്ന് ആ ബട്ടർഫ്ലൈ അവരോട് പറയും. അത് കേട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അതല്ല എങ്കിൽ റുക്കിയെ കൂടി നമുക്ക് നഷ്ടപ്പെടും. റുക്കിയുടെ എക്സിക്യൂഷനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സോൾ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അത് വളരെ വേഗത്തിലാക്കാൻ ആരൊക്കെയോ ചേർന്ന് ചരട് വലിക്കുകയാണ്. ക്യാപ്റ്റൻ ഐസന്റെ മരണം, റുക്കിയുടെ എക്സിക്യൂഷൻ, ഇതെല്ലാം തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നമ്മളെ കൊണ്ട് കഴിയും പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്ങനെയെങ്കിലും റുക്കിയെ അവളെ മോചിപ്പിക്കണം. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഹീറോയുടെ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും അവന്റെ സമ്പത്തുമായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യും. ാണെങ്കിൽ നല്ല രീതിയിൽ മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അവിടെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുക. ലേഡി ക്യാറ്റ് ആണെങ്കിൽ അത് കണ്ട് ഞെട്ടി അവളുടെ ശ്രദ്ധ അത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അടുത്ത നിമിഷം അവിടുന്ന് സാക്ഷാൽ റാഞ്ചി അവനവന്റെ സ്ക്വാഡുമായി ആയിട്ട് കടന്നു വരികയാണ്. ലേഡി ക്യാറ്റ് ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. ഇവനെന്തിന് ഇപ്പൊ ഇവിടേക്ക് വന്നു? ഒരുപക്ഷെ ഇച്ചിഗോയായിട്ട് വീണ്ടും അവന് ഫൈറ്റ് ചെയ്യാനാണോ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവുക? അങ്ങനെ സംഭവിച്ച ഇച്ചിഗോയുടെ ട്രെയിനിങ് അത് നടക്കില്ല. ഒരു കാരണവശാലും ഇച്ചിഗോയുടെ ട്രെയിനിങ് അത് മുടങ്ങാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവളാണെങ്കിൽ പതിയെ ഇപ്പൊ റാഞ്ചിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം അവൾ ആലോചിക്കുക. ഇത് അധികം ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത, അധികം ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് ബേസ്മെന്റ് ആണ്. ഇവനെങ്ങനെ ഈ സ്ഥലം കണ്ടെത്തി? ഉടനെ റാഞ്ചി ആണെങ്കിൽ അവളെ നോക്കി ചിരിക്കും. എനിക്ക് ഓൾറെഡി ഹീറോ ഇച്ചിഗോയുടെ സ്മെല്ല്, ഇച്ചിഗോയുടെ സോൾ പവർ അത് കറക്റ്റായിട്ട് അറിയാം. അത് സെൻസ് ചെയ്താണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം റാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, എനിക്കറിയാം നീ നിന്റെ പവർ അത് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കല്ലേ. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാനല്ല ഇവിടേക്ക് വന്നത്, മറിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ്. നിന്റെ പവർ അത് എൻഹാൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്നത് പോലെ നിന്നെ സഹായിക്കാം. അത് കേട്ട് ഹീറോയും നമ്മുടെ ക്യാറ്റ് ലേഡിയും അതുപോലെ തന്നെ സമ്പത്തു അവര് 3 പേര് ഷോക്കായി റാഞ്ചിയെ തന്നെ നോക്കും. റാഞ്ചി ആണെങ്കിൽ അവന്റെ ആ മങ്കിയെ അതിനവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളുടെ മുൻപിലെ സമയം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. റുഖിയുടെ എക്സിക്യൂഷൻ അത് 3 ദിവസമായിട്ട് കുറച്ചു. ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവളെ കൊന്നുകളയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഡബിൾ ഷോക്കാവും. അത് കേട്ട ഇച്ചിഗോ ആണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും ഞാൻ ബാങ്കായെ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവന്റെ സ്പിരിച്വൽ എനർജി അതങ്ങനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. ക്യാറ്റ് ലേഡിക്കാണെങ്കിൽ വലിയൊരു ഷോക്ക്. കാരണം ബാങ്കായി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായതിലും കൂടുതൽ പവർ അവൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.